കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി സമയത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിവരുത്തുന്ന കൃപകൾ ഏറ്റവും മനോഹരം ഏറിയതാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ പുത്രനായ ക്രിസ്തുവിനോടും പിതാവാം ദൈവത്തോടും ഉള്ള ഫെലോഷിപ്പാണ് കൂട്ടായ്മ. ആ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. നമുക്കറിയാം, ദൈവം അതിമനോഹരമായി ഏദൻ തോട്ടത്തെ ദൈവം സൃഷ്ടിക്കുന്നു. അവിടെ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് നമ്മളിവിടെ വായിച്ചത്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. ദൈവം ഒരുപാട് ജീവജാലങ്ങളെയൊക്കെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചു. കടലിലും കരയിലും ആകാശത്തിലും ഒക്കെ ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. ഏറ്റവും ഒടുവിലായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവം തൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെ പങ്കുവയ്ക്കാൻ കൂടി ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന് മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി ദൈവത്തിനുണ്ട്. പിശാച് ഏദൻ തോട്ടത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഫെലോഷിപ്പിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. ആ ഫെലോഷിപ്പ് കർത്താവായ യേശുക്രിസ്തുവിനോട് വീണ്ടും മടക്കി തരുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ദൈവിക കൂട്ടായ്മയിലേക്ക് എന്ത് ചെയ്യുന്നു? കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി. അത് വളരെ പ്രധാനപ്പെട്ടൊരു പദമാണ്. ഈ ജീവജാലങ്ങളൊന്നും തന്നെ ദൈവം എന്ത് ചെയ്തില്ല, ഒന്നിനെയും ദൈവം കൂട്ടിക്കൊണ്ടുപോയില്ല. ദൈവം തന്നെ വെളിപ്പെടുത്താനോ ദൈവത്തോടുള്ള ഫെലോഷിപ്പിനോ ദൈവം മനുഷ്യനായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊന്നും മറ്റ് ഒരു ജീവജാലങ്ങൾക്കും ദൈവം അത് കൊടുത്തിരുന്നില്ല. മനുഷ്യനെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. അപ്പോൾ ദൈവത്തോട് കൂടെ ഇരിപ്പാൻ ദൈവം മനുഷ്യനെ ഇന്നും ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പാപത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നും പൈശാചികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ദൈവം വേർപെടുത്തി ദൈവത്തോടു കൂടെ ഇരിപ്പാൻ ഇന്നും ദൈവം കൂട്ടിച്ചേർക്കുന്നു. ആദിമ നൂറ്റാണ്ടിലും രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ദൈവസഭയോട് ദൈവം കൂട്ടിച്ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ഭൂമിയിൽ ഏദൻ തോട്ടം പോലെ ദൈവമനോഹരമാക്കി ദൈവം വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. അതിൻ്റെ മാഹാത്മ്യം പലപ്പോഴും പലരും അറിയുന്നില്ല. ഭൂമി, വിശാലമായ ഭൂമി ദൈവം ക്രിയേറ്റ് ചെയ്തെങ്കിലും ഏദൻ തോട്ടത്തിൽ മാത്രമാണ് ദൈവം അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി വരുന്നത്. അതുപോലെ ഇന്ന് ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ദൈവം തൻ്റെ മഹത്വ സാന്നിധ്യം വെളിപ്പെടുത്തുന്നത് ദൈവസഭയിലാണ്. അവിടെ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി തോട്ടത്തിൽ വേല ചെയ്യുവാൻ ദൈവം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ചില ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പകരപ്പെടുമ്പോൾ ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലേക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ, ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തിൻ്റെ പ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങളോടുകൂടി വിവിധ വീര്യപ്രവൃത്തികളോടുകൂടി ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് വചനത്തിൽ ഉറപ്പിക്കുവാൻ ആണൊരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത്. തിരിച്ച് ചിന്തിക്കുക, പരിശുദ്ധാത്മാവില്ലാത്ത പക്ഷം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മളിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിലൂടെ നമ്മിൽ ചിലത് കർത്താവ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അവിടെ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാൻ. അപ്പോൾ ദൈവം അവിടെ ആക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം പിശാചിൻ്റെ ഒരു പോരാട്ടം അവിടെ എന്ത് ചെയ്യും, ഉണ്ടാകുമെന്നുള്ള കാര്യം കർത്താവിന് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ആ തോട്ടം സൂക്ഷിപ്പാനാക്കിയത്. മനുഷ്യനൊരു വലിയ ഉത്തരവാദിത്വം കൂടി ദൈവം ഏൽപ്പിക്കുകയാണ്. തോട്ടത്തെ സൂക്ഷിപ്പാൻ. തോട്ടം മനോഹരമായി ദൈവം ഉണ്ടാക്കുന്നു, എന്നാൽ അതിനെ കാക്കുവാൻ, അതിനെ സൂക്ഷിക്കുവാനും അതിൽ വേല ചെയ്യുവാനും ദൈവം നമ്മെ വിളിക്കുന്നു. ദൈവം നമ്മെ അവിടെ ആക്കി. എന്തുകൊണ്ടാണ് ഒരു മനോഹരമായ തോട്ടം എന്ന് പറയുന്നത് എന്ന് നമ്മൾ വചനത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
എല്ലാ ദിവസവും ദൈവം അവിടെ ഇറങ്ങി വരും. എല്ലാ ദിവസവും ദൈവം മനുഷ്യനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് മനോഹരം, ആ തോട്ടത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ദൈവം അവിടെ ഇറങ്ങി വരുന്നതുകൊണ്ടാണ്. ഇന്നൊരു സഭയായിരുന്നാലും ഒരു കുടുംബമായിരുന്നാലും ഒരു വ്യക്തിയായിരുന്നാലും ആ സഭയിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ അവിടെ മനോഹരമാകും. ഒരു കുടുംബത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ അവിടെ മനോഹരമാകും. ഒരു വ്യക്തിയുടെ ആത്മതലത്തിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ഇറങ്ങി വരുമ്പോൾ ആ വ്യക്തിയിലും ദൈവത്തിൻ്റെ മനോഹാരിത വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ നമ്മൾ വചനത്തിലൂടെ അധ്വാനിപ്പാൻ നമുക്ക് കഴിയണം. സഭയായാലും കുടുംബമായാലും വ്യക്തിജീവിതങ്ങളായാലും വചനത്തിലൂടെ അധ്വാനിപ്പാൻ കഴിയണം. മാത്രമല്ല, ശത്രുവായ പിശാചുള്ളത് കൊണ്ട് അവിടെ കാക്കുവാൻ നമുക്ക് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അവിടെ ആക്കി വെച്ചു. മനുഷ്യൻ അവിടെ ആയതല്ല, ദൈവം ആക്കി വെച്ചു. ദൈവത്തോടു കൂടെ ഇരിപ്പാൻ, ദൈവത്തോടു കൂടെ നടക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം മറ്റു പല കാര്യങ്ങളിൽ നിന്നും വേർപെടുത്തി, ആ പദം ശ്രദ്ധിക്കുക, ദൈവം കൂട്ടിക്കൊണ്ടുപോകും. ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവ ശബ്ദത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോകും. അതാണ് വേർപാട് എന്ന് പറയുന്നത്. ദൈവത്തിനായി ഒരു വ്യക്തിയെ വേർപെടുത്തുന്നു. ഹല്ലേലൂയ. വേർപാട് എന്ന് പറയുന്നത് നമുക്കതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. ദൈവം അവിടെ എന്ത് ചെയ്തു? അവിടെ ആക്കി വെച്ചു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് തൻ്റെ സ്നേഹത്തെ പകരുവാൻ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തൻ്റെ ജീവൻ്റെ പകർച്ചയാണ് മനുഷ്യന് കൊടുത്തത്. അതുകൊണ്ട് മകൻ അപ്പൻ എന്നുള്ള ആ ബന്ധത്തിലെ കൂട്ടായ്മ, ആ അളവറ്റ സ്നേഹത്തെ പ്രകടമാക്കുവാൻ തക്കവണ്ണമാണ് ദൈവം മനുഷ്യനിൽ എല്ലാ ദിവസവും ഇറങ്ങി വരുന്നത് ഏദൻ തോട്ടത്തിൽ. ആമേൻ. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ തീവ്രത വർദ്ധിക്കേണ്ടുന്നതിന് പകരം ശത്രുവായ പിശാച് അതിനെ തകർത്ത് കളയുന്നതായിട്ടാണ് നമുക്ക് ഏദൻ തോട്ടത്തിൽ കാണാൻ കഴിയും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ ശത്രുവിൻ്റെ തലയെ തകർത്ത് ആ പിതാപുത്ര പരിശുദ്ധാത്മാ ബന്ധത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി വയ്ക്കുന്ന ഇടം, ദൈവം ആക്കി വയ്ക്കുന്ന ഇടം ഒരു അത്ഭുതകരമായ ഒരു അനുഭവം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഒരു സ്വസ്ഥത. ആ തോട്ടത്തിൻ്റെ നടുവിൽ എന്തുകൊണ്ടാണ് സ്വസ്ഥത ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവം ഇറങ്ങി വരുന്നു. ദൈവം നമ്മെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മെ ആക്കി വയ്ക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം നമ്മെ ആക്കി വെച്ചു. ആ സമാധാനമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മെ ദൈവം ആ കാര്യങ്ങൾക്ക് വേണ്ടി ആക്കി വെച്ചിട്ടില്ല. ആമേൻ. ലോകത്തിൻ്റെ വഴികളിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയത്തില്ല. പാപ വഴികളിൽ സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. ജഡീകമായ കാര്യങ്ങളിൽ സമാധാനം അനുഭവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെയൊന്നും ദൈവം നമ്മെ ആക്കി വെച്ചിട്ടില്ല. ആത്മാവിൻ്റെ ചിന്ത, ജീവനും സമാധാനവും. അപ്പോൾ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ആ തോട്ടത്തിൽ ആക്കി വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? എല്ലാ ദിവസവും അവിടെ ഇറങ്ങി വരും തിരുസാന്നിധ്യം. അപ്പോൾ ദൈവം നമ്മെ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ആക്കി വയ്ക്കുമ്പോൾ അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ദൈവ മഹത്വം നമ്മൾ കാണുക എന്നുള്ളത്, ദൈവശബ്ദം നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അതിലൂടെ സ്വസ്ഥത, നമുക്കൊരു സ്പിരിച്വൽ റെസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. മോശയോട് ദൈവം പറഞ്ഞത്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അപ്പോൾ ദൈവം ആക്കി വയ്ക്കുന്ന ഇടത്തിൽ നമുക്കൊരു സ്വസ്ഥതയുണ്ടാകും, ഒരു ശാന്തതയുണ്ടാകും, ഒരു ആത്മീയമായ ഒരു വിശ്രമം നമുക്ക് എന്ത് ചെയ്യും? ഉണ്ടാകും എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ ആക്കി വയ്ക്കാത്ത ഇടങ്ങളിലൊന്നും തന്നെ നമുക്ക് ഇപ്രകാരം ഒരു ആത്മീയമായ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ജീവൻ്റെ മാർഗം നമുക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. അവിടെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നാണ്. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. അപ്പോൾ നമ്മൾ ആ സാന്നിധ്യത്തിലേക്ക് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ മനഃപൂർവ്വമായും അറിയുകയും നമ്മളുടെ കാൽച്ചുവടുകൾ ആ സാന്നിധ്യത്തിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ
ഹല്ലേലൂയ. ആ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആക്കി വെച്ച ഇടത്ത് നമ്മളുണ്ടെങ്കിൽ അവിടെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി വെച്ചിടത്ത് ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഏറ്റവും ശാന്തതയും ഏറ്റവും സ്വസ്ഥതയും ഏറ്റവും വിശ്രമവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഇടം എന്ന് പറയുന്നത് ദൈവം ഇറങ്ങി വരുന്ന ഇടം. അതിന്ന് ദൈവം നോക്കുമ്പോൾ ദൈവസഭയിലാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ കാലഘട്ടത്തിലും ദൈവം ഇറങ്ങി വരുന്ന, അന്ന് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നപ്പോൾ പിശാച് എന്ത് ചെയ്തു? ശക്തമായിട്ട് എതിർത്തു, ആ കൂട്ടായ്മ അടിച്ചു തകർത്തു. ഇന്നും ദൈവം തൻ്റെ സ്വസ്ഥതയും സാന്നിധ്യവും തൻ്റെ മഹത്വവും തൻ്റെ ശബ്ദവും ഒക്കെ വെളിപ്പെടുത്തുന്ന കൂട്ടായ്മകളിൽ ശത്രുവായ പിശാച് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പോരാടും എന്നുള്ളത് നമുക്ക് ആ ഏദൻ തോട്ടത്തിലെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അന്നത്തെ ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഇന്ന് തീർച്ചയായിട്ടും ദൈവ സഭയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ശരിയായ രക്ഷ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന്, ശരിയായ ആ പുതു ജീവൻ്റെ അനുഭവം ആസ്വദിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ, ദൈവ സാന്നിധ്യത്തിൽ ദൈവമഹത്വം കാണുന്നതിലൂടെ എന്തെന്നില്ലാത്ത ഒരു ആത്മീയമായ സംതൃപ്തിയും ശാന്തതയും വിശ്രമവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിലെ സന്തോഷം എന്ന് പറയുന്നത് അവിടെ ഭൗതികമായ കാര്യങ്ങളൊന്നും തന്നെയല്ല. അവിടെ നിറയെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെല്ലാം ശരിയാണ്. പക്ഷേ ഏദൻ തോട്ടത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ന് ഇറങ്ങി വന്ന് അവരോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ആ കമ്മ്യൂണിക്കേഷനാണ് ആ സന്തോഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പം പോലും നമുക്ക് വചനത്തിൽ നോക്കും, മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടുന്നതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടുന്നതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. ഇപ്പോൾ മറ്റുള്ളവരുടെ മേൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന വിടുതലും നന്മയും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും ഒക്കെ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കേണ്ടുന്നതിന് ദൈവം ചെയ്ത കാര്യം എന്താണെന്നറിയോ? ആദ്യം ദൈവം വിളിച്ചവരെ തന്നോട് കൂടെ ഇരിപ്പാനാണ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മെ ദൈവം വിളിക്കുന്നത് ഒരുപാട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനല്ല. അത് ചെയ്യുമ്പോൾ ദൈവമാണ് നമ്മൾ ചെയ്യുന്നത്, അത് ചെയ്യട്ടെ. പക്ഷേ അവിടെ വായിക്കുന്നു, അവൻ തന്നോട് കൂടെ ഇരിപ്പാൻ. അപ്പോൾ ദൈവം നമ്മെ തനിക്കായി ഓർപ്പെടുത്തുന്നു. മനുഷ്യനെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി തന്നോട് കൂടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ കർത്താവിനോട് കൂടെ നമ്മൾ സമയം ചെലവഴിക്കാൻ കർത്താവ് തന്നെ നമ്മെ ഇടയാക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ആമേൻ. ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ദൈവം കൂട്ടിക്കൊണ്ടുപോകണം, ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഫിലിപ്പോസിനെ എന്തിനാണ് എടുത്തുകൊണ്ടുപോയി? എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോകാനല്ല, എന്തെങ്കിലും ദോഷം ചെയ്യാനല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാകേണ്ടുന്നതിന്, സുവിശേഷത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടുന്നതിന്, കേൾക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ഒക്കെയാണ് ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. അപ്പോൾ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നു, ദൈവം തൻ്റെ മഹത്വത്തിനു വേണ്ടി തൻ്റെ ആത്മാവിനാൽ എടുത്തുകൊണ്ടുപോകുന്നു. ദൈവം വിളിച്ച് തന്നോട് കൂടെ ഇരിപ്പാൻ ദൈവം വിളിക്കുന്നു. അപ്പോൾ കൂടെ ഇരിക്കുന്നവരെയാണ് ആ സാന്നിധ്യം എന്ത് ചെയ്യുന്നത്, ആ സ്വസ്ഥത എന്ത് ചെയ്യുന്നത്, അനുഭവിപ്പാൻ ഇടയാകുന്നത്. അങ്ങനെ ആ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടുന്നതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടുന്നതിന് അധികാരം ഉണ്ടാകേണ്ടുന്നതിനും 12 ദൈവം എന്ത് ചെയ്യും? നിയമിച്ചതായിട്ടാണ് മർക്കോസ് 3:14-15 വാക്യം നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കാണ് കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുന്നത്. ആ പിച്ചവച്ചായിരുന്നാലും നമുക്ക് ആ കാൽച്ചുവടുകളെ പിന്തുടരുവാനുള്ള താല്പര്യം. കൂടെ ഇരിക്കാത്തവർക്ക് അത് പറ്റത്തില്ല. കൂട്ടായ്മയുടെ പ്രാധാന്യം അതാണ്, ആരാധനയുടെ പ്രാധാന്യം അതാണ്, സഭായോഗങ്ങളുടെ പ്രാധാന്യം അതാണ്. അപ്പോൾ നമുക്ക് ആ കൂട്ടായ്മ ഇല്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് കർത്താവിനോട് കൂടെ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ കൂടെ നടക്കാൻ കഴിയും? കൂടെ നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ ആ ജീവനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും? ആ ജീവൻ്റെ പകർച്ച ലഭിക്കാതെ നമുക്ക് ആ ജീവനെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകരാൻ കഴിയും? ഹല്ലേലൂയ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അനേകർക്കുമുള്ള ശുശ്രൂഷകളിലെ പരാജയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ യേശുവിൽ നിന്നുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ യേശുവിനെ പകരുവാൻ അവർ പരാജയപ്പെടുകയാണ്. കാരണം കർത്താവിനോട് കൂടെ എന്ത് ചെയ്യുന്നില്ല, ഇരിക്കുന്നില്ല, നടക്കുന്നില്ല, കർത്താവിനോട് കൂടെ ജീവിക്കുന്നില്ല.
ഇതിൽ ശ്രദ്ധ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ കൂടാതെയുള്ള പ്രസംഗം എന്ന് പറയുമ്പോൾ വചനം കൂടാതെയുള്ള ആലോചനകളിലേക്ക് ആൾക്കാരെന്ത് ചെയ്യുന്നു? വഴുതിപ്പോകുന്നു. അപ്പോൾ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന എന്തിനാണ്? കർത്താവിനെ അറിയുവാൻ, കർത്താവിൻ്റെ വചനം. കർത്താവിനോട് കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സമയം ദൈവവചനത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകളെ, വചനങ്ങളെ മറിയ ശ്രദ്ധിക്കുകയാണ്. ആമേൻ. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ആരാണ് സംസാരിക്കുന്നത്? അന്ന് യേശു ഡയറക്റ്റായിട്ട് സംസാരിച്ചെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് സംസാരിക്കേണ്ടുന്നതിന് കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇരിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനോടൊപ്പമാണ് സംസാരിക്കേണ്ടത്, യേശുവിനോടൊപ്പമാണ് ശുശ്രൂഷിക്കേണ്ടത്. കർത്താവിനെ വിട്ടിട്ട് പ്രസംഗിക്കാനോ കർത്താവിനെ വിട്ടിട്ട് ശുശ്രൂഷ ചെയ്യാനോ നമുക്ക് ദൈവം അത് അനുവദിക്കുന്നില്ല. പലപ്പോഴും കർത്താവിനെ കൂടാതെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതിനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. എന്നാൽ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഫസ്റ്റ് തന്നോട് കൂടെ ഇരിപ്പാൻ. ആമേൻ. ഹല്ലേലൂയ. പിന്നീടാണ് കർത്താവ് അവരെ എന്ത് ചെയ്യുന്നത്? മുമ്പിലോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് അവരെ എടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ ആദ്യം ശ്രവിപ്പാൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? നമ്മൾ താണിരിക്കുക. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അല്ലെങ്കിൽ ദൈവം അയക്കണം. ദൈവത്തോട് കൂടെ ഇരിക്കുന്നവരെയാണ് ദൈവം അയക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ സാന്നിധ്യം ഒരു സഭയിലെ വ്യക്തി ജീവിതങ്ങളാകട്ടെ, ഒരു കുടുംബത്തിൽ ഉള്ളവരാകട്ടെ, വ്യക്തിപരമായിട്ടുള്ളവരാകട്ടെ, ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ തന്നോട് കൂടെ ഇരിപ്പാൻ, തനിക്ക് ആദാമിനോടുള്ള സ്നേഹത്തെ പകരുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ, ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? എടുത്തുകൊണ്ടുപോകുന്നത് പോലെ മോശ ദൈവത്തോട് പറയും, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരണം. ഹല്ലേലൂയ. കർത്താവ് അവിടെ കൊടുക്കുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഏദൻ എന്ന് പറയുന്നതും ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ആ പദത്തിൻ്റെ അർത്ഥവും അങ്ങനെയാണ്, സന്തോഷം എന്നുള്ളതാണ്. ആ സന്തോഷം ദൈവത്തോടുള്ള ഫെലോഷിപ്പിലെ സന്തോഷമാണ്. മോശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമ്പോൾ നിനക്കത് എങ്ങനെ അറിയാൻ കഴിയും? എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമ്പോൾ ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന ഏതോ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിലായിക്കൊള്ളട്ടെ, ആ ദൈവ സാന്നിധ്യം നമുക്ക് ആത്മീയമായ ഒരു സ്വസ്ഥത നമുക്ക് കർത്താവ് നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യൂദയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ഒന്നാമത് ആത്മീയ വർധന വരുത്തിയും. കണ്ടോ? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തെ ഇവിടെ പറയുന്നു, അതിവിശുദ്ധ വിശ്വാസം. ആ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. ആമേൻ. എനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. ഹല്ലേലൂയ. ഓരോരുത്തരും അവരവർക്ക് തന്നെ ആത്മീയ വർധന എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ ആ വർധന വരുത്തിയും പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്, കണ്ടോ, നിത്യജീവനായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവേൻ. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ആ ദൈവസ്നേഹത്തിൽ അവർക്ക് അവരെ തന്നെ സൂക്ഷിപ്പാൻ കഴിഞ്ഞില്ല. പിശാച് അവിടെ എന്ത് ചെയ്തു? ദൈവസ്നേഹത്തിൽ നിന്ന് അവരെ അടർത്തി മാറ്റുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവേൻ. ദൈവത്തോടും മനുഷ്യരോടുള്ള ആ സ്നേഹത്തിൻ്റെ ഇടയിൽ ശത്രു പിശാചായവൻ അതിനെ തകർത്ത് കളയാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവേൻ. എന്നിട്ട് അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അപ്പോൾ ഇവിടെയെല്ലാം ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ, ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു, ദൈവസന്നിധിയിൽ ഇരുത്തുന്നു, ദൈവം ചില ദൗത്യങ്ങൾ നമുക്ക് തരുന്നു, കാക്കുവാനും സൂക്ഷിപ്പാനും ഒക്കെ ദൈവം നമുക്ക് കൃപകളെ തരുന്നു, വേല ചെയ്യുവാൻ കൃപകളെ തരുന്നു. എന്നാൽ ഇവിടെ പറയുന്നതെല്ലാം ദൈവം നമുക്ക് തരുമ്പോഴും ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ അന്തിമമായിട്ട് ഇവിടെ വായിക്കുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്
തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ആമേൻ. അപ്പോൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം, അല്ല നമ്മെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്ന ദൈവം, നമ്മൾ വീണ് തകർന്ന് നശിച്ചു പോകാതിരിപ്പാൻ നമ്മെ നിർത്തുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമ്മൾ അനുഭവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദം ആദാം ഹവ്വമാർ കേൾക്കുമായിരുന്നു. ഇന്ന് നമ്മൾ അതുപോലെ കർത്താവിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, വചനത്തിലെ ജീവൻ്റെ ശബ്ദം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ കേൾക്കുന്നുണ്ടോ, അതിന് നമ്മൾ ചെവി കൊടുക്കുന്നുണ്ടോ? അല്ല, ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ ലോകം അതിൻ്റെ മോഹവും എല്ലാം ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന അത്രേ എൻ്റെ ആഹാരം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഹിതം ചെയ്യുവാൻ നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ ഹിതത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. എല്ലാ ദിവസവും നമുക്ക് ആ വിശ്രമം അനുഭവിക്കാൻ കഴിയും. എല്ലാ ദിവസവും തിരുസാന്നിധ്യത്തിൻ്റെ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയും. സന്തോഷത്തിൻ്റെ പരിപൂർണതയും ദൈവത്തിൻ്റെ വലതുഭാഗത്തെ പ്രമോദങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് ഏദൻ തോട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ച് എന്നേക്കുമായി തീർന്നു പോയതല്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്കത് മടക്കി തരുമ്പോൾ ഇന്ന് വചനം നമുക്ക് സമീപസ്ഥമായിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വായിലും ദൈവത്തിൻ്റെ വചനമുണ്ട്. നമ്മുടെ അന്തരാത്മാവിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ മുകളിൽ അധിവസിക്കുന്ന ഹല്ലേലൂയ ആ മഹത്വം, ഗ്ലോറി ടു ഗോഡ്, നമ്മൾ അനുഭവിച്ചുകൊണ്ട് ആ കൂടാരത്തിൽ ഹല്ലേലൂയ ആ ദൈവവിളിയുള്ള ദൈവത്തിൻ്റെ മക്കളോടൊരുമിച്ച് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു. നമ്മുടെ കർത്താവ് വീണ്ടും വരും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കർത്താവിനോടുകൂടെ നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വരവിൽ എന്നേക്കുമായി നമ്മൾ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈ കൂട്ടായ്മ ബന്ധങ്ങൾ നമ്മൾ അലക്ഷ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെങ്ങനെ ആ നിത്യമായ കൂട്ടായ്മയിൽ നമ്മൾ ചെന്ന് ചേരും? ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിലെ കൂട്ടായ്മ ഹല്ലേലൂയ യേശു ക്രിസ്തുവിലൂടെ മടക്കി തരുമ്പോൾ ഹല്ലേലൂയ അതേ ശുശ്രൂഷകളിലേക്ക് പോലും ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം തന്നോട് കൂടെ ഇരിക്കുന്നവരെ എടുത്തുകൊണ്ടുപോയെങ്കിൽ ഈ ദിവസങ്ങൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ആ ഫെലോഷിപ്പിൻ്റെ ആ ആഴമായ ആ ആത്മീയമായ വിശ്രമത്തിലേക്ക്, ആ സ്വസ്ഥതയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ആമേൻ.